യാത്രയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി രാവിലെ 5:30 തന്നെ വീട്ടിൽ നിന്നിറങ്ങി. 560 പരം കിലോമീറ്ററുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള ദൂരം. ഏകദേശം 12 മണിക്കൂർ നേരത്തെ യാത്ര. 6 മണിയോടെ കോട്ടയം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിലേക്ക് കടന്നു. ഹൈറേഞ്ച് കയറ്റം തുടങ്ങിയതോടെ ക്ലൗഡ് ബേഡ്സ് എല്ലാം കാണാനുണ്ട്. 6:45 വളഞ്ഞിങ്ങാനം വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. വെള്ളച്ചാട്ടമെല്ലാം ഉണങ്ങിക്കിടക്കുന്നെങ്കിലും വെള്ളമുണ്ടായിരുന്നിടത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട്. 7 മണിയോടെ കുട്ടിക്കാനം അടുത്തെങ്കിലും കാര്യമായിട്ടുള്ള മഞ്ഞോ കോടയോ ഒന്നും കാണാനില്ല. പീർമേട് കഴിയുന്നതോടെ ടെറൈനാകെ മാറി. കാലാവസ്ഥയും പലയിടങ്ങളിലും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് യാത്ര. നല്ല മൂടൽമഞ്ഞിൽ തണുപ്പും കൊണ്ട് സൂര്യോദയം കണ്ടിങ്ങനെയുള്ള യാത്ര. ആഹാ, വെങ്കിട്ടിപ്പോഴും ഉറക്കം തന്നെയാണ്. ആശാനെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. കുമളി എടുക്കാറായതോടെ ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സൽ വാങ്ങി വഴിയരികിൽ വണ്ടി ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെങ്കിട്ടിന്റെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനാണ് പാഴ്സൽ വാങ്ങിയത്. കുമളിയായതോടെ നല്ല അസൽ പണിയാണ് കിട്ടിയത്. കുമളിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന ചുരംപാതയിൽ ബസ് കുടുങ്ങിയിരിക്കുന്നു. വഴിയെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങളോട് കമ്പംമേട് വഴി പോകാൻ പറഞ്ഞു. ഒരു കാലെടുത്ത് വെച്ചാൽ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാമായിരുന്ന ദൂരത്തു നിന്നും ഇനി ഞങ്ങൾ 35 പരം കിലോമീറ്റർ കൂടുതൽ ഓടണം. വെളുപ്പിന് എഴുന്നേറ്റ് യാത്ര തുടങ്ങിയതിന്റെ അഡ്വാൻറ്റേജ് ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി നേരെ കമ്പംമേട് ലക്ഷ്യമാക്കി യാത്രകൾ തുടരുകയാണ്.